നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ ഫോൺ എടുത്ത് തരട്ടെ? വേണ്ട മഞ്ചാടി. ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ പോയ ഇന്ദ്രേട്ടനെ അനിഷ്ട സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞ് വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇന്ദ്രേട്ടൻ ഇവിടെ വന്ന ശേഷം ഞാൻ എല്ലാം പറഞ്ഞോളാം. അതിനു മുമ്പ് സുശീല വേണ്ടാത്ത ഒന്നും വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഭാഗ്യം. അവള് നിന്നോട് നേരിട്ട് ദേഷ്യം കാണിക്കുന്നതിനേക്കാൾ അപകടമാണ് മോളെ സുശീല ഇന്ദ്രനെ നിനക്കെതിരെ തിരിച്ചു വിട്ടാൽ ഉണ്ടാവുന്നത്. അല്ല, ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. അറിയാം ഭാനുമ്മ. വരാൻ പോകുന്നൊക്കെ ഞാൻ രണ്ട് രീതിയിൽ മനസ്സിൽ കാണുന്നുണ്ട്. എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഇന്ദ്രേട്ടനാണ് തിരിച്ചു വരുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും. അതെല്ലാം അമ്മയുടെ വാക്കിനപ്പുറം മറ്റൊന്നും ഇല്ലെന്ന് കരുതുന്ന പഴയ ഇന്ദ്രേട്ടനാണ് തിരിച്ചു വരുന്നതെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധം അനുപമ ഇന്ദ്രന്റെ ജീവിതത്തിൽ നിന്ന് പോവേണ്ടി വരും. ബോധം തെളിയുമ്പോ വീണ്ടും മയക്കി കിടത്തിയാ പോരെ? ഏയ്, കൊല്ലാനല്ല നമ്മൾ ഇവളെ കൊണ്ടുവന്ന് കാശ് വാങ്ങി തിരിച്ചയക്കാനാ. ഇവൾക്കൊരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം സാറേ. എല്ലാം നന്നായി അറേഞ്ച് ചെയ്യണം. വീഡിയോ കോൾ ചെയ്ത് ദയെ അവരെ കൂടി ഒന്ന് കാണിക്കേണ്ടി വരും. അവന്മാരെ ദയെ വിട്ടുകിട്ടാൻ പോലീസിന്റെ സഹായം തേടിയാ നമ്മൾ എന്ത് ചെയ്യും? ഇല്ല, ദയ ഇവിടെ സേഫ് ആണെന്ന് തോന്നിയാ അവര് പിന്നെ ആവശ്യമില്ലാത്ത റിസ്ക് ഒന്നും എടുക്കില്ല. എന്നാലും നമ്മൾ അതുകൂടി ഒന്ന് കരുതണ്ടേ? ഇതിലപ്പുറം എന്ത് കരുതാൻ ആന്റണി? പുറത്തൊരുത്തൻ കാവലുണ്ട്. ഈ വഴിയിലേക്ക് ആര് വന്നാലും റോഡിൽ രണ്ടാൾക്കാരെ മെസ്സേജ് അയക്കാൻ നിർത്തിയിട്ടുമുണ്ട്. പോലീസ് ഇങ്ങോട്ട് വരുന്ന ഇൻഫർമേഷൻ കിട്ടിയാ ഇവളെവിടെ കളഞ്ഞിട്ട് നമ്മൾ രക്ഷപ്പെടും. പക്ഷെ ജയിലിൽ കിടക്കേണ്ടി വന്നാലും ദയ ജീവനോടെ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കില്ല. എന്റെ കൂടപ്പറപ്പിന്റെ ജീവനെടുക്കാൻ കാരണമായവളവള്. പകരം അവന്റെ പേരിലുള്ള 20 ലക്ഷം രൂപയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അത് കിട്ടിയാൽ നിനക്ക് മാനത്തോടെ തിരിച്ചു പോവാം. ഇല്ലെങ്കിൽ മാനവും പോവും, ജീവനും പോവും.